ഉത്തരവാദിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ഇപ്പം നമുക്കറിയാം കാക്കനാട് മേഖലയിൽ, സ്മാർട്ട് സിറ്റി മേഖലയിൽ, ഇൻഫോ പാർക്ക് മേഖലയിൽ ഒരുപാട് നൈറ്റ് ലൈഫ് നന്നായിട്ട് ഒരു കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് വരുന്നുണ്ട്. പക്ഷെ കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ ഇപ്പം നമ്മുടെ KSRTC സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന ഒരു ലേഡിക്ക് ആ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അതിനൊക്കെ കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നൈറ്റ് ലൈഫ് കൊച്ചിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ, അത് എല്ലാ ഏരിയയിലും അല്ലെങ്കിലും ചില പ്രധാനപ്പെട്ട സെലക്റ്റഡ് ഏരിയയിൽ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ദ പേഴ്സ്യൂട്ടിൽ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് കൊച്ചിയുടെ പുതിയ മേയർ അഡ്വക്കേറ്റ് VK മിനിമോളാണ്. മാം, വെൽക്കം ടു ദ ഷോ. രാഷ്ട്രീയ പ്രവർത്തകയാണ്, അഡ്വക്കേറ്റ് ആണ്. ആ നിലയിൽ നിന്ന് നഗരമാതാവൊക്കെ ആകുമ്പോൾ വരുന്ന മാറ്റം എന്തൊക്കെയാ? തീർച്ചയായും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ 15 വർഷമായി ഈ ജനപ്രതിനിധി എന്ന രീതിയിൽ ഈ ഫീൽഡിലുണ്ടെങ്കിലും ഒരു മേയർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷകൾ ഒരുപാടാണെന്നറിയാം. അതനുസരിച്ച് എത്താൻ പറ്റണേ എന്നുള്ള ഒരു രീതിയിലുള്ള വർക്ക് നമുക്ക് ടൈറ്റ് ഷെഡ്യൂളിൽ പോകേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് ആയ രാഷ്ട്രീയ പ്രവർത്തകയായ മിനിമോളിൽ നിന്ന് മേയറായ മിനിമോളിലേക്ക് എത്തുമ്പോൾ വന്ന മാറ്റം ഓഫ് കോഴ്സ് തിരക്കുകളായിരിക്കും, ഉത്തരവാദിത്തമായിരിക്കും. അതിലും ഉപരിയായിട്ട് അങ്ങനെ കാണുന്ന കൊച്ചിക്ക് എന്താ വ്യത്യാസമുള്ളത്? അതായത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഒരു ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ ഡിവിഷനിലെ കാര്യങ്ങളും എൻ്റെ ഡിവിഷനിലെ ജനങ്ങളും അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അത്രയും കുടുംബങ്ങളും മാത്രമായിട്ടുള്ളൊരു വ്യക്തിബന്ധങ്ങളും അല്ലെങ്കിൽ ആ ഒരു ചുരുങ്ങിയ ഒരു കോണിലാണ് ഞാൻ കൊച്ചിയെ വീക്ഷിക്കുന്നത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് 3.5-4 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള കൊച്ചിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മുടെ കൊണ്ട്. പിന്നെ മരാമത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് 1 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക്സുമായി ബന്ധപ്പെട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ ഞാൻ വളരെ കുറച്ചാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാനതിന് ജില്ലാ പ്രസിഡൻ്റായി, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായപ്പോൾ ഞാൻ ഒരു കൗൺസിലറും ജില്ലാ പ്രസിഡന്റ് രീതിയിൽ തിരക്കുകൾ വരുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് ചോദിച്ചാൽ ആ ഫീൽഡ് നമ്മൾ ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളുടെ വിഷൻ മാറുന്നു. ഈ കൊച്ചി നഗരം എന്നത് നമ്മുടെ ഒരു വീട് പോലെ നമ്മുടെ കുടുംബമായിട്ട് മാറുമ്പോൾ അതനുസരിച്ചുള്ള ഒരുപാട് നമ്മുടെ വിഷനിൽ ഒരുപാട് വ്യത്യാസം വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളറിയാതെ വന്നു പോകുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഒരു 50 ദിന കർമ്മ പരിപാടിയുടെ ഒരു ബ്രോഷറാണ് ആദ്യം കാണുന്നത്. അതിൽ ആദ്യം തന്നെ എഴുതിയിട്ടുള്ള ഒരു പദ്ധതി കൊതുക് നിവാരണമാണ്. കൊച്ചി സമം കൊതുക് എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങി. നമ്മളൊക്കെ കൊച്ചിയിൽ വന്ന് താമസിക്കുന്നവരാണ്. അല്ലെങ്കിൽ കൊച്ചിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കുപരിയായിട്ട് കൊതുകാണ്. അതിലും ആദ്യമായിട്ട് അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് മേയർ എന്നുള്ള നിലയിൽ ഈ കൊതുകിനെ തുരത്താൻ കൊച്ചിയുടെ ഒരു പ്രധാന പ്രശ്നമാണ് കൊതുക് എന്നുള്ളത്. അത് നമ്മൾ സമ്മതിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുൻപുള്ള ഒരു ഭരണസമിതികളെല്ലാം തന്നെ ഒരുപാട് നേരം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും ഒരുപാട് ഫണ്ടും ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന സമയത്തും ടോണി മേയറായ സമയത്തും സൗമിനി മേയറായിരുന്ന സമയത്തും അതിനു മുമ്പും അതിനുശേഷം അനിൽ മേയറായി വന്നപ്പോഴും ഒക്കെ ഒരുപാട് എഫേർട്ട് അതിനെടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ കൊച്ചിയിൽ വരേണ്ട പ്രായോഗികമായ കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്ക് ഒരു തുടക്കമിടാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 50 ദിനം കൊണ്ടുള്ള കർമ്മ പദ്ധതി എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ ലാർവിസൈഡും കാണ ക്ലീനിങ്ങും ഫോഗിങ്ങും ഉൾപ്പെടുന്ന അതിൻ്റെ കറക്റ്റ് ഇക്വേഷനിൽ കറക്റ്റ് ടൈം പീരീഡിൽ ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഉള്ള സംവിധാനത്തെ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് 232ഓളം വരുന്ന തൊഴിലാളികൾക്ക് നമ്മളൊരു ദിവസം ട്രെയിനിങ് കൊടുത്തു. മെഷീൻസ് എല്ലാം റിപ്പയർ ചെയ്തിറക്കി, ഫോഗിങ് മെഷീൻസ് ഇറക്കി നമ്മളൊരു ഫുൾ സജ്ജമായ ഒരു സേനയെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഒരു 3 ആഴ്ചക്കാലം കൊണ്ട് വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ ഈ കൊതുക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് സയൻറ്റിഫിക്കായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അതിൽ കൃത്യമായ ഒരു പരിഗണന ഉണ്ടാവും. നമ്മുടെ സെപ്റ്റേജ് സിവറേജ് സിസ്റ്റം അത് കറക്റ്റ് ആവേണ്ടതുണ്ട്. കൊച്ചിയിലെ പല കാണകളും സെപ്റ്റി ടാങ്കിന് ഈക്വലായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവിടെയൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന കൊതുകിൻ്റെ പ്രജനന കേന്ദ്രങ്ങളായിട്ട് നിൽക്കുന്നത്. ഈ കൊതുക് നിർമ്മാർജ്ജന തീവ്ര യജ്ഞത്തിൽ തന്നെ ഞങ്ങൾ വെൺപൈപ്പുകൾക്ക് നെറ്റ് കെട്ടാനുള്ള ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കൊതുക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സെപ്റ്റി ടാങ്കുകളാണ്. അവിടെ നിന്ന് കൊതുക് പുറത്തേക്ക് വരാതെ ആയാൽ തന്നെ നമ്മുടെ കൊതുകിനെ കുറച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള
ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ജനങ്ങളോട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ വരുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടോ, ഒരു മരുന്ന് തളിക്കുന്നുണ്ടോ, വെൻപൈപ്പ് കിട്ടുന്നുണ്ടോ, അങ്ങനെ അസോസിയേഷൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് സിസ്റ്റം കൂടി നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാം ഒരിടത്ത് സംസാരിക്കുന്ന തെരുവ് നായ്ക്കളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. സാധാരണ ഈ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ഭീതിതമായ ഒരു കാര്യത്തെ പോലെ പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനോട് ഓവർ കമ്പാഷനേറ്റ് ആയിട്ട് പറയാറുണ്ട്. ഇത് കുറച്ചുകൂടെ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടും, അതായത് എല്ലാവിധ മനുഷ്യരെയും മറ്റു ജീവികളെയും ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ തെരുവ് നായ കൺട്രോൾ എന്നുള്ള ആ പദ്ധതി മാം വിഭാവനം ചെയ്തിട്ടുള്ളത്. എനിക്കൊരു കൗതുകം തോന്നി, ഒരു ജനപ്രതിനിധി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചുകൂടെ നമ്മുടെ കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഇപ്പൊ സുപ്രീം കോടതി തന്നെ വടിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് തെരുവ് നായയുടെ. പക്ഷെ മൃഗസ്നേഹികളായ ഒരുപാട് ആളുകൾ നമ്മുടെ നഗരത്തിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പെറ്റ് ഡോഗ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ടൊരു BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റ് ആരംഭിക്കുകയാണ്. നിലവിലുള്ള ABC യൂണിറ്റ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അഗ്രസീവായിട്ടുള്ള ഫസ്റ്റ് ഫേസിൽ അഗ്രസീവായിട്ടുള്ള ഡോഗ്സിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ ഈ പിടിച്ചെടുക്കുന്ന ഡോഗ്സിനെ റോഡിൽ അലഞ്ഞു തിരിയുന്ന അല്ലെങ്കിൽ 2 വീലേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഡോഗ്സിനെ നമ്മൾ അവിടെ ബ്രഹ്മപുരത്ത് തന്നെ 1 ഏക്കർ സ്ഥലത്തേക്ക് മറ്റേ കെന്നൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ കീപ്പ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് അവിടെ നമ്മൾ അത് സൗകര്യമൊരുക്കി തുടങ്ങുകയാണ്. കാരണം തിരിച്ചു വിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. അതേപോലെ തന്നെ അതേസമയം നമ്മുടെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം ഫീഡ് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ നഗരത്തിലുണ്ട്. അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് ഫുഡ് ഇപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും കാണാറുണ്ട്, ചിക്കൻ കടകളിൽ നിന്നൊക്കെ ഡയറക്റ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന. അതല്ല ശരിക്കും മൃഗസ്നേഹി എന്ന് പറയുമ്പോൾ അവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ അവരുടേതായ കറക്റ്റ് ഫുഡ് കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള തുടക്കം കൂടി ആവണം എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നല്ല ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ സന്മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അത് മൃഗസ്നേഹികളെയും നായ്ക്കളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടുള്ളതല്ല. അത് ശരിക്കും ഒരു അനിമൽ ഫ്രണ്ട്ലി ആവണം കൊച്ചി നഗരം എന്ന് തന്നെയാണ് കൺസെപ്റ്റ്. ഈ കൊച്ചി എന്നുള്ള നഗരമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് വികസനം എന്നാണ്. ഒരുപാട് നാടുകളിൽ നിന്ന് ഒരുപാട് പേര് പഠിക്കാനും തൊഴിലെടുക്കാനും IT മേഖലയടക്കമുള്ള മേഖലകളിലേക്കൊക്കെ വന്നു ചേരുന്ന ഒരു നഗരം കൂടിയാണ് കൊച്ചി. അപ്പൊ ഈ വികസനത്തെ കുറിച്ച് മാമിന്റെ ഒരു ഐഡിയോളജി എന്താണ്? വികസനം എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം. ഇപ്പൊ കൊച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം, കൊച്ചിയിൽ വന്ന് ജീവിക്കുന്നവരോടൊപ്പം തന്നെ പോകുന്ന ആളുകളും ഒരുപാടുണ്ട്. ലേഡീസ് അടക്കം ഇവിടെ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട്, ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണമുള്ള ഒരു വികസനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിക്കേണ്ടതുണ്ട്. കൊച്ചി കുറേ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചി ഒരു പ്ലാന്റ് സിറ്റി അല്ല, തന്നെ ഡെവലപ്പായി വന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ എല്ലാ പരിമിതികളും കൊച്ചിക്കുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും പരിഹരിക്കാൻ ഒരുപാട് സമയം ഇനിയും വേണ്ടുന്ന കുറേ പ്രശ്നങ്ങൾ കൊച്ചിയുടേതായിട്ടുണ്ട്. അതെല്ലാം അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണം അവരുടെ ജീവിതത്തിൽ നല്ല പ്രതീക്ഷയേകുന്ന ഒരു ഭരണസമിതിയായി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം. നമുക്ക് ഈ ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റണം. വാട്ടർ മെട്രോ പോലുള്ള സംവിധാനങ്ങളെ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കമ്പൈൻഡ് സർവീസായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി മൊബിലിറ്റി പ്ലാൻ ഉണ്ടാക്കണമെന്ന, അതൊക്കെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ മാറ്റം വരുത്തുന്നതല്ല. ഒരു 50 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം കൊച്ചി നഗരത്തിന് എങ്ങനെയായിരിക്കണം ഒരു ഭാവി കാഴ്ചപ്പാട് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട്. അതിനനുയോജ്യമായിട്ടൊരു നഗര വികസന നയം നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു സ്ട്രെച്ചിൽ ഞങ്ങളെ സംബന്ധിച്ച് 1 മാസത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ബഡ്ജറ്റ് എത്രയും പെട്ടെന്നാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ കൂടിയും കൊച്ചിക്ക് ആവശ്യമായ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഈ നഗരത്തിൽ തന്നെ അതിനുള്ള എക്സ്പേർട്സ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ കൂടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം കൊച്ചി എന്നതിനെ കുറിച്ചൊക്കെ ഒരു സെമിനാറും
കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം, ആ ആശയം വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ മാം ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു. ബ്ലോക്ക് പോലെ തന്നെ കൊച്ചിയിലൊരു പ്രശ്നമാണ് ഈ പാർക്ക് ചെയ്യാൻ ഉള്ളൊരു സംവിധാനത്തിന്റെ കുറവ്. വളരെ കൺജസ്റ്റഡ് ആയ റോഡുകളാണ്, ഒരുപാട് കെട്ടിടങ്ങൾ വരുന്നു, റോഡിനോട് ചേർന്ന് കെട്ടിടങ്ങൾ വരുന്നു. അപ്പോൾ ഇതിനെ ഒരു പ്ലാനായിട്ട് അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇതിനെ എങ്ങനെ തീർച്ചയായും നമ്മുടെ പല കെട്ടിടങ്ങൾക്കും പെർമിറ്റ് കൊടുക്കുമ്പോൾ കാണുന്ന പാർക്കിംഗ് പിന്നെ കാണാറില്ല. പിന്നെ കാണുന്നതൊക്കെ റോഡിലെ പാർക്കിംഗ് ആണ്. ആ സിസ്റ്റം ഒക്കെ മാറേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പ്ലാൻഡ് അല്ലാത്തൊരു നഗരത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കൊച്ചിക്കുണ്ട്. പക്ഷേ കൊച്ചിയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഏത് മാറ്റവും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സുള്ള ആളുകളാണ് കൊച്ചിക്കാരെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇത്തരം ചില നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ കൊച്ചിയിലെ നല്ല ആളുകൾ, ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളോട് സഹകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രൈമ ഫേസി എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിങ്ങുകൾ, ഓരോ ബിൽഡിങ്ങിനും നിശ്ചിത പാർക്കിംഗ് ആവശ്യമാണ്. ഇപ്പോൾ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടൊക്കെ സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കാർക്ക് അതിനുള്ള കൺസെഷൻ നമ്മൾ അനുവദിക്കുമ്പോൾ ആദ്യമായി ഒരു ബിൽഡിംഗ് പണിയുന്ന ആൾക്ക് അത് കിട്ടണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഒരു ഇതാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം, പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാതെ ആ നമ്പറിൽ തന്നെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. അതിനുള്ള നടപടികളുണ്ടാവും. ഇപ്പൊ ഈ കൊച്ചിയിൽ വന്നു ചേരുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സഹസംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുള്ളൊരു നഗരം കൂടിയാണ് കൊച്ചി, പ്രത്യേകിച്ച് ആലുവ, പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ഉത്സവത്തിന് ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ്, 10 വയസ്സ് പോലും ഇല്ലാത്തൊരു സഹസംസ്ഥാനത്തുള്ള ഒരു കുട്ടി കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരൊരു ഏകോപനം സാധ്യമാണോ? ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ ഏരിയ നമ്മൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ നേരത്തെ വരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് നാം വിളിക്കുന്നവരൊക്കെ നമ്മുടെ ഈ നഗരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊജക്ട്സ് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇവരുടെ പലരും നിൽക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരും ആലുവ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പരിധിയിൽപ്പെടുന്നതല്ലെങ്കിൽ കൂടിയും നമ്മുടെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മെട്രോ പാലത്തിൻ്റെ അടിയിൽ താമസിക്കുന്ന ഒരുപാട് ഫാമിലി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഷെൽട്ടർ നൽകിക്കൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക്, ബാലവേല നമുക്ക് നിഷിദ്ധമായ ഒരു സംസ്ഥാനമാണ്, ഇന്ത്യയിൽ തന്നെ നിയമം കൊണ്ട് അത് നിഷിദ്ധമാണ്. പക്ഷെ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നതായിട്ട്, ഇതൊക്കെ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മലയാളികളല്ല ഇതൊന്നും ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനൊക്കെ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൽമെന്റിലേക്കാണ്, പള്ളുരുത്തി റിലീഫ് സെറ്റിൽമെന്റിലേക്കാണ് അവരെ കൊണ്ടുപോയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ കപ്പാസിറ്റിയിൽ കവിഞ്ഞ ആളുകൾ അവിടെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വികസനമൊക്കെ അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ തന്നെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് കുറച്ച് നിയമങ്ങൾ നമ്മൾ കൃത്യമായി നടപ്പാക്കുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ ഇത്തരം മാഫിയ സംഘങ്ങൾ ഇവിടെ നിന്ന് പോകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുള്ള നടപടികളുണ്ടാവും. ഇപ്പൊ ഈ മാഫിയ സംഘങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഓർത്തതാണ്, കൊച്ചിയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യമാണ് മയക്കുമരുന്നിന്റെ വ്യാപനം, അതുപോലെ ഗുണ്ടായിസം അതും അനുബന്ധിച്ച് പെരുകുന്നതും ഒക്കെ. അപ്പോൾ ഇതും വലിയൊരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അത് ശരിക്കും പോലീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾക്ക് ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് ബോധവൽക്കരണം നടക്കുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ അതിനുള്ള അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. തെറ്റിലേക്ക് നമ്മുടെ കുട്ടികൾ വീഴാതിരിക്കാനുള്ള ഒരു ഇത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമ്മൾ പോലീസ് കമ്മീഷണറും എക്സൈസും ഒക്കെയായിട്ട് സംയോജിച്ചുകൊണ്ട് നമ്മുടെ നല്ല രീതിയിലുള്ള ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതാണ്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു പ്രധാന പ്രശ്നമാണ് കൊച്ചിയുടെ, എല്ലാ നഗരത്തിന്റെയും പ്രശ്നമാണ്. നൈറ്റ് ലൈഫ് പോലുള്ള ഒരു നഗരമാണ് കൊച്ചി. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കും, ഒരു സ്ത്രീ കൂടിയാണ്, ഒരു വനിതാ മേയർ എന്ന രീതിയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ഇപ്പം നമുക്കറിയാം, കാക്കനാട് മേഖലയിൽ, സ്മാർട്ട് സിറ്റി മേഖല, ഇൻഫോ പാർക്ക് മേഖലയിലൊക്കെ ഒരുപാട് നൈറ്റ് ലൈഫ് നന്നായിട്ട് കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് വരുന്നുണ്ട്. പക്ഷെ കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ ഇപ്പം നമ്മുടെ KSRTC സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന ഒരു ലേഡിക്ക് ആ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കൊരു രാത്രി ആ സമയത്ത് ചെന്നിറങ്ങിയാൽ പോലും നമ്മൾക്കും ഭീതി ഉണ്ടാവുന്ന അവസ്ഥയുണ്ട്. അതിനൊക്കെ കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
നൈറ്റ് ലൈഫ് കൊച്ചിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ, അത് എല്ലാ ഏരിയയിലും അല്ലെങ്കിലും ചില പ്രധാനപ്പെട്ട സെലക്റ്റഡ് ഏരിയയിൽ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുപോലെ ഫുഡ് സ്ട്രീറ്റുകൾ, ഇപ്പം രാത്രി ആയാൽ എല്ലാ കടകളും അടച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ആ കൺസെപ്റ്റൊക്കെ മനസ്സിലുള്ളതാണ്. അതൊക്കെ എല്ലാവരുമായിട്ട് ആലോചിച്ച് കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഈ കൊച്ചിന്ന് പ്രത്യേകിച്ച് 2019 പ്രളയത്തിന് ശേഷം കൊച്ചിയെക്കുറിച്ച് അനധികൃതവും അധികൃതമായ ഒരുപാട് പഠനങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം, കടലെടുക്കാൻ പോകുന്ന സിറ്റി, ജനങ്ങൾ തിങ്ങിപ്പാർത്ത്, വായു മലിനീകരണം, ഇങ്ങനെ പഠനങ്ങൾ ആധികാരികമായതും അല്ലാത്തതുമായിട്ട് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മാം പറഞ്ഞ പോലെ ഒരു പ്ലാൻഡ് അല്ലാത്ത സിറ്റിയാണ്, ഒരുപാട് പേര് വരുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തായാലും ഒരു ഉത്തരവാദിത്വം. കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി നേരിടുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂ അത് വളരെ നാളുകളായിട്ട് കൊച്ചിയിലെ കടൽ കായൽ വെള്ളം കയറുന്നു, നമ്മുടെ മറൈൻ ഡ്രൈവ് പോലും ഇല്ലാതായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പഠന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള ഇത് എങ്ങനെ തടയാൻ പറ്റുമെന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയുടെ ഭംഗി എന്ന് പറയുന്നത് കായൽ സൗന്ദര്യമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ എയർ പൊല്യൂഷനെ കുറിച്ച് വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ശ്വസന സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എയർ വളരെ പൊല്യൂട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ തോടുകളും പുഴകളും ഒക്കെ നികത്തി നമ്മൾ വീടും നമ്മുടെ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ ഈ നാട് മുഴുവനാണ് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു അല്പലാഭം നോക്കിയിട്ട് നമ്മളൊരു കയറ്റി കെട്ടുമ്പോൾ അല്ലെങ്കിൽ തോട് കയ്യേറുമ്പോൾ വെള്ളം സ്വാഭാവികമായും ഒഴുകി കടലിൽ ചെല്ലേണ്ടതാണ്. ഇപ്പോൾ പ്രളയം ഉണ്ടായപ്പോൾ നമുക്കറിയാം, മനുഷ്യരൊക്കെ ചിന്തിച്ചതിനേക്കാൾ പുതിയ വഴികൾ തേടിയിട്ടാണ് ഈ ജലം കടലിലേക്ക് ഒഴുകാനുള്ള വഴി കണ്ടെത്തിയത്. ഇതൊക്കെ നമുക്കൊരു പാഠമാകേണ്ടതുണ്ട്. മനുഷ്യരുടെ സ്വഭാവം കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറക്കുന്നതാണ്. ആ മറവി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ഭരണകൂടം എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ കോന്തുരുത്തി പുഴ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ടി വന്നു. മറ്റേ മരട് മുനിസിപ്പാലിറ്റിയിൽ ആ ഫ്ലാറ്റ് പൊളിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ, എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, പൊതുജനങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായും കർശന നടപടികളുമായിട്ട് നഗരസഭ കൂടെ ഉണ്ടാവും. ഈ മാലിന്യ നിർമ്മാർജ്ജനം ഇതോടനുബന്ധിച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയല്ലേ? അതെ, തീർച്ചയായും. കൊച്ചി നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ആദ്യത്തെ പ്രശ്നം വെള്ളക്കെട്ടാണെങ്കിൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു പ്രശ്നമാണ് മാലിന്യ സംസ്കരണത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ ബ്രഹ്മപുരത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൂനകളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇനിയൊരു കുറച്ചും കൂടി ഒരു 6 മാസം കൊണ്ട് പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ബ്രഹ്മപുരം മാറ്റാൻ പറ്റും. പക്ഷെ അവിടെ ഫുഡ് വേസ്റ്റിന് വേണ്ടിയിട്ട് പുതിയ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് പുതിയ ഭരണസമിതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ്. ഒരു വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് അവിടെ വരണം. ഇപ്പോൾ CBG പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 27 നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പരിധിവരെ ഫുഡ് വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. എന്നാലും നമുക്ക് പിന്നെയും കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളല്ല. ഘട്ടം ഘട്ടമായിട്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പോവുകയാണെങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നമുക്കതൊക്കെ പ്രശ്നം പരിഹരിച്ച് പോകാൻ പറ്റും. അവിടെയും ജനങ്ങളുടെ ഒരു കൂട്ടായ ശ്രമം നമുക്ക് വേണ്ടതുണ്ട്. ഈ തോടുകളിലേക്കും കാണകളിലേക്കും വലിച്ചെറിയാതിരിക്കണമെന്നുള്ള സ്വഭാവം ഉണ്ടാകണം. പൊതുനിരത്തിലേക്ക് വലിച്ചെറിയാതിരിക്കണം. ഈ വേസ്റ്റ്, നമുക്കൊരു സംവിധാനമുണ്ട്. ഹരിതകർമ്മ സേനകൾ വീട്ടിൽ വരുമ്പോൾ ആ വേസ്റ്റ്, വീട്ടിലുള്ള തുച്ഛമായ വേസ്റ്റ് അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. ഒരു മാസം നമ്മൾ 200 രൂപയാണ് കൊടുക്കുന്നത്. 150 രൂപ 100 രൂപ കൊടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. ഈ തുച്ഛമായ പൈസ കൊടുക്കുന്നതിന് മടിച്ചിട്ട് റോഡിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. കത്തിക്കുമ്പോൾ അത് നമ്മുടെ എയർ പൊല്യൂഷൻ, നാളെ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അത്യാഹിതം കടന്നു വരുമ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ.
അപ്പോൾ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ജനത നമുക്ക് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ മാലിന്യത്തോട് ചേർന്ന് പറയാവുന്ന ഒരു കാര്യമാണ് വിവിധതരം രോഗങ്ങൾ പെട്ടെന്ന് ഇവിടെ പടരാനുള്ള ഒരു സാധ്യത. അതെ. അതിനൊക്കെ നേരിടാൻ ഇവിടുത്തെ പൊതു ആരോഗ്യ മേഖല സജ്ജമാണോ? ഇപ്പൊ ഒരുപാടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് എറണാകുളം ജനറൽ ഹോസ്പിറ്റലുണ്ട്. താലൂക്ക് ഹോസ്പിറ്റലുകൾ ഇപ്പൊ ഫോർട്ട് കൊച്ചി താലൂക്ക് ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, പള്ളുരുത്തി, ഇടപ്പള്ളി തുടങ്ങി താലൂക്ക് ഹോസ്പിറ്റലുകൾ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ 13ഓളം വരുന്ന PHSCകളുണ്ട്. കോർപ്പറേഷൻ 76 ഡിവിഷനിലുമായിട്ട് തുടങ്ങിയിട്ടുള്ള നഗരാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഇതൊരു ചെയിനാണ്. ഇപ്പോൾ അത്യാവശ്യം ആദ്യം നമ്മൾ നഗരാരോഗ്യ കേന്ദ്രത്തിലുള്ള ഡോക്ടറുടെ സേവനം നമ്മൾ എടുക്കുക. ഒരാഴ്ച കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് അത് കുറയുന്നില്ലെങ്കിൽ PHSCകളിലേക്ക് നമ്മൾ മാറി. അതൊക്കെ ഫ്രീ ആണ്. ഈ നഗരാരോഗ്യ കേന്ദ്രങ്ങളിലും PHSCയിലും മെഡിസിൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. അപ്പോൾ ആ സൗകര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലേക്കോ താലൂക്ക് ഹോസ്പിറ്റലിലേക്കോ പോകേണ്ടതുണ്ട്. ഇതൊരു ഗവൺമെൻറ് ചെയിനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ഒരുപാട് അത് ഒരുപാട് ഒരു ബിസിനസ്സായിട്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെയുള്ള ഒരു നഗരമാണ്. അപ്പോൾ അത്തരം ഒരു വരുമ്പോൾ നമ്മളുടെ ആരോഗ്യരംഗം കറക്റ്റായിട്ടാണ്. പക്ഷെ നമ്മുടെ ശീലങ്ങളിലൂടെയും നമ്മളുടെ കൃത്യമായി ശ്രദ്ധിക്കാതെയും ഒക്കെ നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതചര്യകളും നമ്മളുടെ തന്നെ കുടുംബ പശ്ചാത്തലവും ഒക്കെ അതിനൊരു വഴിയൊരുക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് എല്ലാവരുടെയും അതായത് സെൽഫായിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, ശുചിമുറികൾ, അല്ലെങ്കിൽ അവിടെയുള്ള വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റ്, ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. തീർച്ചയായും കൊച്ചി നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതു ടോയ്ലറ്റ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ്. 1-2 ചെറിയ എക്സാമ്പിൾസ് അല്ലാതെ ഒരു കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയ ഒരു ടോയ്ലറ്റ് സിസ്റ്റം നമുക്ക് എങ്ങുമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന മറൈൻ ഡ്രൈവിൽ പോലും അത് നമ്മുടെ അല്ല, GCDയുടെ അണ്ടറിലാണ്. പക്ഷേ നമ്മൾ പരസ്പരം പഴിചാരിക്കൊണ്ട് നിങ്ങളുടെയാണ് അല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്യന്തികമായിട്ട് അതിന്റെ ഫലം അനുഭവിക്കുന്നത് പൊതുജനങ്ങളാണ്. നന്നായിട്ട് കിടന്നാൽ അതിന്റെ ഗുണഫലവും, ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടായാൽ ദോഷഫലവും വരുന്നത് നമ്മുടെ പബ്ലിക്കിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാ ഏജൻസികളുടെയും ഒരു കോർഡിനേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് നല്ല സ്ഥലങ്ങളിലേക്ക്, അതായത് ആളുകൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ പൊതു ടോയ്ലറ്റ് സിസ്റ്റം ഇനിയും ഒരുപാട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡിലൊക്കെ നമ്മൾ കാണുന്നത് അത് ശരിയും ഒരു മാനസിക വൈകല്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നന്നായിട്ട് കിടക്കുന്ന സ്ഥാപനങ്ങളിൽ പൈപ്പ് ഒടിച്ചുകൊണ്ട് പോവുക, അതൊക്കെ അത്തരം ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. സമൂഹത്തില് പൊതുസ്ഥലങ്ങൾ നന്നായിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു സംസ്കാരം വളർന്നു വരേണ്ടതുണ്ട്. ഇത്തരം ദ്രോഹങ്ങൾ ചെയ്യുന്നവര്, ഒരു പൈപ്പ് ഒടിച്ചിട്ട് പോയ ആൾക്ക് ചിലപ്പോൾ ഒരു മാനസിക സന്തോഷം അപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പൈപ്പ് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അവിടെ ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറ്റേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നന്നായിട്ട് നടത്തുന്ന ടോയ്ലറ്റ്സും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മാതൃകയാക്കിക്കൊണ്ട് കൂടുതൽ പൊതു ടോയ്ലറ്റ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ തന്നെ 1-2 ആലോചനകൾ അതിനുവേണ്ടി നടന്നിരുന്നു. ഒന്നും അതിന്റെ സക്സസ് ആയിട്ടില്ല. അപ്പൊ അത് എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വനിതാ മേയർ ആയതുകൊണ്ട് ഇവിടെ സ്ത്രീകളുടെ പ്രശ്നത്തിൽ പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിന് എന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഇപ്പോൾ കൊച്ചിയാക്കുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹമാണ്. ഒരുപാട് എയ്ഡഡ് കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകളുണ്ട്, ഒരുപാട് സ്കൂളുകൾ, ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ, ചെറിയൊരു അതിർത്തിക്കുള്ളിൽ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികളുണ്ടോ? കാരണം നാളത്തെ പൗരന്മാരാണ്. തീർച്ചയായും യുവാക്കൾ ഇന്ത്യയിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ യുവാക്കൾ കേരളത്തിൽ നിൽക്കേണ്ടത്, കൊച്ചിയിലെ കുട്ടികൾ കൊച്ചിയിൽ തന്നെ തുടരേണ്ടതൊക്കെ ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് യുവത്വത്തെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ നമ്മളുടെ ഈ പ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിലും വരുന്ന നമ്മുടെ നഗര നയത്തിലൊക്കെ ഉണ്ടാവും. കൃത്യമായ ഇപ്പോഴത്തെ യുവത എന്ന് പറയുന്നത് അവർക്ക് വൃത്തിയുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ചിൽ ചെയ്യാൻ പറ്റിയ ഇടങ്ങളാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾക്ക് ക്യൂൻസ് വേ പോലുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ അവർ രാത്രിയോളം നിന്ന് അവർ ആസ്വദിക്കുന്നത്, പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ആസ്വദിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ നഗരത്തിൽ പൊതുവായി വരേണ്ട ഒരു വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം അവരുടെ പ്രതിനിധികൾ കൂടി അവരുടെ ഐഡിയ എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ പ്രതിനിധികളുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ നഗരത്തെ അവർക്ക് കൂടി അനുയോജ്യമായ നഗരമാക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുണ്ടാവും. വൃദ്ധരുമായ ആൾക്കാർ, വൃദ്ധർ എന്ന് പറയാൻ പാടില്ല എന്ന് പറയും, എന്നാലും വയോജനങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു
വിഭാഗം ആൾക്കാരാണ്, അവരുടെ ജീവിത പരിചയമൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് വേണ്ടി മതിയായ പദ്ധതികളില്ല എന്ന് എപ്പോഴും പരാതികൾ കേൾക്കാറുണ്ട്. അതായത് നമ്മുടെ റിട്ടയർ ചെയ്ത് വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന കുറേ ആളുകൾ നമുക്കുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മക്കളൊക്കെ വിദേശത്തോട്ടൊക്കെ അതെ പോകുമ്പോൾ അതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമൂഹമാണ് ശരിക്കും ഈ പറഞ്ഞ വയോജനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. വയോജനങ്ങൾ ശരിക്കും ആക്റ്റീവായി ഈ സമൂഹത്തിലെ എല്ലാ പരിപാടികളിലും ഭാഗമായി മാറുകയാണെങ്കിൽ അവരുടെ തന്നെ ലൈഫിൽ വ്യത്യാസം വരും. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വയോജന ക്ലബ്ബുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പക്ഷെ ആ വയോജന ക്ലബ്ബുകളൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ക്ലാസ്സുകളും ജിം സിസ്റ്റം, അതായത് അവരുടെ ഹെൽത്ത് വളരെ പ്രാധാന്യമാണ്. ഇപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ, റിട്ടയർ ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ച് ഏറ്റവും ആക്റ്റീവായിരുന്ന ആളുകൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് അതെ അതെ പുറത്തിറങ്ങാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസിൽ കുറച്ച് വ്യത്യാസപ്പെടണം. മാനസികമായിട്ട് നല്ല കൗൺസിലിംഗ് വേണം, നല്ല കാര്യങ്ങൾ വേണം, അവർക്ക് പ്രത്യേകിച്ചൊന്ന് സംസാരിച്ചിരിക്കാനുള്ള ഒരു ഇടങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് വയോജന സൗഹൃദ നഗരമായി കൊച്ചിയെ മാറ്റാനുള്ള പദ്ധതികളും പ്ലാനിങ്ങിലും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ശരിക്കും ആ ആഗ്രഹങ്ങൾ, പ്രതിബന്ധങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി ഇതൊക്കെ നടപ്പാക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി. കൊച്ചിയില്ലാതെ കേരളവും ഇല്ല. അതെ. ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് കൊച്ചിയെക്കുറിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം. ഈ ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് CJ റോയ്, ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രമുഖ വ്യവസായിയായ ഒരാളാണ്. പുള്ളിയൊക്കെ തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. ഇപ്പോൾ വ്യവസായമാണ് വികസനം എന്നൊരു ധാരണ ഞാനടക്കമുള്ള പല പൊതുജനങ്ങൾക്കും ഉണ്ട്. ഇവിടെ ഇത്ര കെട്ടിടം വന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മളെപ്പോഴും വികസനത്തിന്റെ ഒരു മുഖമായിട്ട് പറയുക. വലിയ കഫേ വന്നു, വലിയ കെട്ടിടം വന്നു എന്നൊക്കെ. അതാണോ വികസനം? അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങളെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. എപ്പോഴും അത് അനധികൃതമായിട്ടുള്ള ചില ലൈസൻസുകളുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിക്കുന്നത്, അങ്ങനെ എല്ലാ വ്യവസായങ്ങൾക്കും ഇതേപോലെ വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത്? അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ നാട്ടില് എല്ലാ തരം ആളുകളുമുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ നിയമത്തെ എങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടേതായ ലാഭം അതെ കൂട്ടാമെന്ന് അതെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കൊച്ചി ഒരു മിക്സഡ് ഇതാണ് ആളുകൾ. ആ രണ്ട് കാറ്റഗറി നന്നായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി. ഇവിടെ ജീവിക്കണമെങ്കിൽ പലരും പറയാറുണ്ട് നേർവഴിക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുന്നത്, ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ഭാവി തലമുറ കറക്റ്റായി വന്നാൽ ഈ സമൂഹം നന്നാവും. നമ്മളെപ്പോഴും പറയാറില്ലേ, കുടുംബം നന്നായാൽ ഒരു വ്യക്തി നാട് നന്നാവും. നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ, അത് വളരെ കറക്റ്റാണ്. അത് പക്ഷെ ഇവിടെയുള്ള ആളുകളിൽ ഒരു മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ താമസിക്കുന്ന വാർഡ്, നമ്മൾ താമസിക്കുന്ന കൊച്ചി നഗരം, അത് ഏറ്റവും നല്ല രീതിയിൽ, അതായത് ലാഭം മാത്രമല്ല എല്ലാത്തിലും, അതിനപ്പുറം ഈ നാടിൻ്റെ ഒരു സൗഹൃദം, ഒരു കൂട്ടായ്മ, അതൊക്കെ സംരക്ഷിച്ചു പോയാൽ. കെട്ടിടങ്ങൾ വേണം. നമ്മൾ ഒരിക്കലും ഒരു വ്യവസായത്തിനെതിരല്ല. ഒരു വ്യവസായി കടന്നു വരുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കുക എന്നൊരു നയമൊന്നും കൊച്ചി നഗരസഭയ്ക്ക് ഉണ്ടാവില്ല. നമ്മളൊരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം പോലും ഈ 50 ദിനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ വന്നു ചേരുന്ന ആളുകൾ അവരൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ലൈസൻസ് കിട്ടുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നഗരസഭയെ സമീപിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ കേൾക്കുന്ന ഒരു പരാതിയാണ്. അപ്പോൾ നമ്മൾക്കൊരു അവസരം ലഭിക്കുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യവസായ സൗഹൃദ നഗരമായിട്ടും കൊച്ചി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ നിയമപരമായ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നോക്കിയിട്ടായിരിക്കണം നമ്മൾക്ക് അതിൻ്റെ സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. ഇനി ഇപ്പൊ 15 വർഷമായിട്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ്. UDFന്റെ ആശയം തന്നെ ദേശീയോദ്ഗ്രഥനമാണ്. ഓഫ് കോഴ്സ് കോൺഗ്രസിന്റെ പ്രവർത്തക തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇലക്ഷൻ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. വളരെ ടഫായ ഒരു പീരീഡ് ആയിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക, മേയർ, ഇത് രണ്ടും തീർത്തും വൈരുദ്ധ്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് രാഷ്ട്രീയ പ്രവർത്തകയായ എക്സ്പീരിയൻസ് ഒക്കെ സഹായിക്കുമെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇനി ഇലക്ഷൻ വരുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യോ? അതായത് പാർട്ടി പ്രവർത്തനം, ഇലക്ഷൻ വരുമ്പോൾ ഓട്ടങ്ങളൊക്കെ മിസ് ചെയ്യോ? എല്ലാം മിക്സ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഒരുപാട് ഞാൻ കൗൺസിലർ ആയപ്പോൾ തന്നെയാണ് മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നത്. ആ സമയത്ത് ഒരു 4 ബൈ ഇലക്ഷനെ ഫേസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ മുന്നിലുണ്ട്. ആ 4 ബൈ ഇലക്ഷനിലും വളരെ നല്ല വിജയമാണ് UDF ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾ
ഒരു ഫൈനലിൽ വ്യക്തമായ ഒരു ജയം നേടിയിട്ടാണ് ഇപ്പോൾ UDF മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി പല സ്ഥലത്തും കൊച്ചിങ്ങ് നഗരസഭയിൽ തന്നെ 47 സീറ്റ് ഒരു UDF വിമതൻ 48 സീറ്റാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര സീറ്റ് നേടി UDF വിജയിക്കുന്നത്. അത് പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്തം വളരെ കൂട്ടുകയാണ് അടുത്തൊരു ഇലക്ഷന് മുമ്പായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിവിധ പദ്ധതികളുമായിട്ടൊക്കെ കടന്നു വന്നതിൻ്റെ കാരണമാണ്. അടുത്തൊരു ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം UDF വന്നാലുള്ള മാറ്റം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കമൻസിനെ കുറിച്ച് ബോധർ ചെയ്യാത്ത ഒരാളാണ്. നമ്മൾ ചെയ്യണ വഴി ശരിയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമ്മുടെ മനസാക്ഷിക്ക് ശരിയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ UDFൻ്റെ ഒരു മേയർ എന്ന രീതിയിൽ ആ ഇലക്ഷനിൽ എൻ്റേതായ കടമ ഒരുപാട് നിർവഹിക്കാനുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ട്. ഞങ്ങളുടെ കൂട്ടായ ഭരണസമിതി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. ഇവിടെയുള്ള കൊച്ചി നഗരസഭയുടെ പ്രദേശത്ത് വരുന്ന MLA-മാരെല്ലാം UDFൻ്റെതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭരണത്തിന് ഏറ്റവും ഒരു സൗകര്യം ഉണ്ടാവണമെങ്കിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട്. ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചിയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയം, ടോണി ചമ്മണി മേയറായിരുന്ന സമയം, മൻമോഹൻ സിംഗ് നമ്മുടെ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന സമയമാണ്. കാരണം അതൊരു ചെയിനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കണമെങ്കിൽ, ഒരു ഫണ്ട് ചോദിക്കണമെങ്കിലൊക്കെ ആ ഒരു ഫ്രീഡം ഉണ്ടാവും. ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ആ UDFൻ്റെ ഒരു രാഷ്ട്രീയ സ്റ്റൈൽ അറിയാമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ വരുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ പ്രവർത്തനം അതിലുണ്ടാവും. ഇപ്പം ഞാൻ ഈ മുറിയിലേക്ക് വന്നപ്പോൾ ഇവിടെ KR മീരയുടെ കലാച്ചി വരെയുള്ള പുതിയ പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട്. വെറുതെ ഒരു അലങ്കാരത്തിന് വെച്ചതല്ല എന്ന് തോന്നി. വായിക്കുമോ? എന്തൊക്കെയാണ് വ്യക്തിപരമായ ഇഷ്ടങ്ങൾ? വ്യക്തിപരമായിട്ട് ഞാൻ നല്ല രീതിയിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ കൗൺസിലർഷിപ്പിലേക്ക് വന്നു, പ്രത്യേകിച്ചും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് വായിക്കാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് നോവൽസിനേക്കാളൊക്കെ കൂടുതൽ കുറച്ച് അല്ലാതെയുള്ള റൈറ്റിങ്സുകളൊക്കെ വായിച്ചിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാവുമ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വായനയിലൂടെയുള്ള അറിവ് കിട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു വാക്കുകൾക്ക് ഫ്രീ ഫ്ലോ ഉണ്ടാവാതിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് വായിച്ചു തുടങ്ങിയിട്ടുള്ളത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. മേയറായതിനു ശേഷം ഒന്ന് രണ്ട് ബുക്സ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് ബൊക്കേകൾ വേണ്ട, ബൊക്കേകൾക്ക് പകരം നിങ്ങൾ ബുക്സ് തരൂ എന്ന് പറഞ്ഞ 2 ആശയങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്ന്, സീറോ വേസ്റ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെ ഈ പ്ലാസ്റ്റിക് കവർ ചെയ്ത ബൊക്കകളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് ലൈബ്രറികളുണ്ട്. നല്ല ബുക്സുകൾ അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് ഒരു തലമുറയെ ഒരു വായനാശീലത്തിലേക്ക്, ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ എന്നെക്കാൾ നന്നായിട്ട് വായിക്കുന്ന ആളുകളാണ്. അവർ സ്വന്തമായിട്ട് ബുക്സ് വാങ്ങിച്ചിട്ട് അത് വായിക്കുന്ന ശീലമുള്ള 2 പേരാണ് എൻ്റെ മക്കൾ. അപ്പോൾ അവർ തന്നെ പറയാറുണ്ട് ചില ബുക്സൊക്കെ വായിക്കണം എന്നൊക്കെ. അങ്ങനെ പറയുന്ന ചില ബുക്കുകളൊക്കെ ഞാനും സമയം കിട്ടുന്നതനുസരിച്ച് വായിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു മാസമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത്. ഈ ഒരു മാസമല്ല, ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് ലേറ്റായൊരു ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലാണ് ഞങ്ങൾക്ക് ഇത്തിരി സമയം തന്നത്. ഞങ്ങൾ ഒരുപാട് സമയം അതൊന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വൈകിയ വേളയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. ധാരാളം സംസാരിച്ചു. കൊച്ചിയെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പിക്ചർ, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ ക്ലാരിറ്റി ആയിട്ട് ഉത്തരം തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണുമ്പോൾ പഴയ കൊച്ചി അല്ലാതാവട്ടെ, കൊച്ചിയിൽ ഒരുപാട് വികസനങ്ങൾക്ക് കൊച്ചി അല്ലാതാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങളുടെ ഒരു പുതിയ ടീം. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ദീപക് ആണെങ്കിലും ഞങ്ങളുടെ ഒരു യുവനിര വന്നിരിക്കുന്ന സമയമാണ്. ആ യുവത്വത്തിൻ്റെതായ മാറ്റം കൊച്ചിക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി ഒരു പുതിയ കൊച്ചിയിലാവട്ടെ നമ്മൾ ഇനി കണ്ടുമുട്ടുന്നത്. എല്ലാവിധ ആശംസകളും. ഇനി വരുമ്പോൾ പറയാൻ പറ്റണമല്ലോ എനിക്കും, അന്ന് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. തീർച്ചയായും ഇനി സംസാരിക്കുമ്പോൾ അതൊക്കെ വരട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി.